Hello students, now we go to the conclusion of Tietze extension theorem. The necessary part of Tietze extension theorem is proved by another two theorems, theorem 1 and theorem 2. Statements almost same, but theorem 1 for closed interval minus 1 1 and theorem 2 for open interval minus 1 1. Given closed subset of the normal space X. It is common for both the theorems, and we suppose in first theorem f from a to closed interval minus 1 1 and here in theorem 2 f from a to open interval minus 1 1. അതാണ് theorem 2 ഉം theorem 1 ഉം തമ്മിലുള്ള ഡിഫറൻസ്. അത് ആദ്യം മനസ്സിലാക്കി സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കുക. This f is continuous. Then there exists a continuous function extension of small f to capital F. മുമ്പ് closed interval minus 1 1 തന്നപ്പോൾ capital F from x to closed interval minus 1. സെയിം ഫംഗ്ഷനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്ര വ്യത്യാസമുള്ളൂ. There exists a continuous function f from x to x same extension to x. സെയിം വാല്യൂസ് ആണ് എടുക്കുക. ഓപ്പൺ ഇന്റർവൽ -1 1 സച്ച് ദാറ്റ് എക്സ്റ്റൻഷൻ ആവണമെങ്കിൽ ക്യാപിറ്റൽ എഫ് എക്സിന്റെയും സ്മോൾ എഫ് എക്സിന്റെയും വാല്യൂസ് സ്മോൾ എഫ് എയിലേ ഉള്ളൂ, എയിൽ സെയിം ആവണം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓപ്പൺ ഇന്റർവെല്ലിൽ വാല്യൂസ് എടുക്കുന്ന എക്സ്റ്റൻഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് തിയറം 2. ഇനി തിയറം 2വിന്റെ പ്രൂഫിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുക. ഗിവൺ a subset of x closed, a closed ആണ്, പിന്നെ എന്താ x നോർമൽ ആണ്, ഇത്രയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താ, സ്മോൾ എഫ് ഫ്രം a to -1 1 ഓപ്പൺ ഇന്റർവെൽ കണ്ടിന്യൂസ് എന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഈ സ്മോൾ എഫിന് സ്പേസ് എക്സിലേക്ക് എക്സ്റ്റൻഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ എഫ് എയിൽ നിന്ന് ഓപ്പൺ ഇന്റർവൽ -1 1ലേക്കുള്ള ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാലോ. -1 തുടങ്ങി 1 വരെയുള്ള എക്സെപ്റ്റ് -1 1 വാല്യൂസേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറയത്തില്ല. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ -1 1ലേക്ക് ആണെന്ന് ടെക്നിക്കലായിട്ട് എഴുതാം. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു -1 1. നമുക്കറിയാം ഈ ഫംഗ്ഷന് -1 1 വാല്യൂസ് എടുക്കത്തില്ല. പക്ഷെ ഇതിനെ വാല്യൂസ് എടുക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇതിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. പക്ഷെ ഓപ്പൺ ഇന്റർവൽ -1 1ലെ വാല്യൂ എടുക്കത്തുള്ളൂ എന്ന് നമുക്കറിയാം. അതുപോലെ ഇത് എയിൽ നിന്ന് ക്ലോസ്ഡ് ഇന്റർവൽ -1 1ലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അങ്ങനെ പറഞ്ഞാലും ഇത് കണ്ടിന്യൂസ് ആണ്. ഈ -1 എടുത്തിട്ടില്ല, +1 വാല്യൂസ് എടുത്തിട്ടില്ല. എന്നാലും ഇങ്ങനെ നമുക്ക് ടെക്നിക്കലായിട്ട് പറയാം. എന്താണ് അതിന്റെ ലാഭം? ഇങ്ങനെ പറയുവാണെങ്കിൽ, ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, കൺസിഡർ എഫ് ആസ് എ ഫംഗ്ഷൻ ഫ്രം Consider f as a function from a to closed interval -1 1. അതുകൊണ്ടല്ല പിന്നെ കഴിഞ്ഞ തിയറി അപ്ലൈ ചെയ്യാം. ക്ലോസ്ഡ് ഇന്റർവൽ -1 1ലെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എ ക്ലോസ്ഡ് സ്പേസ് എക്സ് നോർമൽ എന്നുള്ളതിന്റെ അർത്ഥം ബൈ തിയറം 1 there exists a continuous extension to x. by theorem 1 there exists a continuous extension capital F from x to ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ഇങ്ങോട്ടേ കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എഫിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ബൈ തിയറം 1 there exists a continuous function extension such that capital F of x equal to small f of x for all x element of a. തിയറം 1 വഴി നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടും. പക്ഷെ നമുക്ക് -1 ഉം 1 ഉം വാല്യൂസ് എടുക്കുന്ന ക്യാപിറ്റൽ എഫ് അല്ല വേണ്ടേ. we have to prove that there exists a continuous function capital F from x to -1 1 ഓപ്പൺ ഇന്റർവൽ. അപ്പൊ ഈ എഫിനെ തന്നെ അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. ഈ എഫിനെ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ചേർത്ത് മോഡിഫൈ ചെയ്താൽ അങ്ങനെ ആക്കാൻ സാധ്യതയുണ്ട്. എന്താ പ്രശ്നം? നമ്മളുടെ എക്സ്റ്റൻഷൻ -1 1 എന്നുള്ള വാല്യൂസ് എടുക്കരുത്. എക്സ്റ്റൻഷൻ അതേ അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓപ്പൺ ഇന്റർവൽ -1 1ലെ സെയിം വാല്യൂസ് തന്നെയാണ്. അപ്പൊ ഈ എഫിനെ കൊള്ളത്തില്ല. ഇതിനെ -1 ഉം 1 ഉം എടുക്കാത്ത ഒരു ഫംഗ്ഷൻ ആക്കി മോഡിഫൈ ചെയ്യാമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സോ വി ഡിഫൈൻ എ സെറ്റ് ഡി ഈക്വൽ ടു, രണ്ടുപേരെ ഒഴിവാക്കണം. അത് വിചാരിച്ചാണ് ക്യാപിറ്റൽ എഫ് -1 എന്നുള്ള വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. എഫിന്റെ ഡെഫിനിഷൻ ഒന്നും മാറ്റത്തില്ല. ക്യാപിറ്റൽ എഫ് 1 എന്നുള്ള വാല്യൂ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോളൂ.
വാല്യൂ എടുത്തിട്ട് 1 എന്നുള്ള വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പൊ ഡി എ എഫ് ഇൻവേഴ്സ് -1 യൂണിയൻ എഫ് ഇൻവേഴ്സ് 1 എന്ന് വിളിക്കും. -1 എന്ന് പറയുന്നത് റിയൽ ലൈനിലെ ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണ്, ഒരു പോയിന്റേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എഫ് കണ്ടിന്യൂസ് ആണ്. ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് സെറ്റ് ഇത് ക്ലോസ്ഡ് ആണ്. ഇത് എഫ് ഇൻവേഴ്സ് 1 റിയൽ ലൈൻ ആണ്. അത് T1 ടോപ്പോളജിക്കൽ സ്പേസിൽ സിംഗിൾട്ടൺ സെറ്റ്സ് ക്ലോസ്ഡ് ആണ് എന്നുള്ള തിയറം ആണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. സിംഗിൾട്ടൺ -1 ക്ലോസ്ഡ് ഇൻ ആർ, അതാണ് അതിന്റെ പിന്നിലുള്ള തിയറി. ആർ ഈസ് T1, സിംഗിൾട്ടൺ -1 ക്ലോസ്ഡ്. അതുകൊണ്ട് എഫ് കണ്ടിന്യൂസും ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് -1 ക്ലോസ്ഡ്. അതുപോലെ തന്നെ 1 ഒരു പോയിന്റേ ഉള്ളൂ, റിയൽ ലൈൻ T1 ആണ്, സിംഗിൾട്ടൺ സെറ്റ്സ് ക്ലോസ്ഡ് ആണ്, എഫ് ഇൻവേഴ്സ് 1 ക്ലോസ്ഡ്. പിന്നെ യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആണ്. ഫൈനൈറ്റ് എണ്ണോയെ നമ്മൾ പരിഗണിച്ചിട്ട് ഇവിടെ 2 പേരേ ഉള്ളൂ, 2 ക്ലോസ്ഡ് സെറ്റുകളുടെ യൂണിയൻ ആണ്. അതുകൊണ്ട് ക്ലോസ്ഡ് ആണ് എന്ന് നമുക്ക് കിട്ടും. ഡി എഫ് ഇൻവേഴ്സ് -1 എഫ് ഇൻവേഴ്സ് 1. അപ്പൊ ഈ തിയറിയൊക്കെ ഉപയോഗിച്ച് ഡി എ നമുക്ക് ഒരു ക്ലോസ്ഡ് സെറ്റ് ആണ് എന്ന് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഇനി ക്യാപിറ്റൽ എഫിന്റെ എയിലെ വാല്യൂസ്, എഫ് ഓഫ് എയിലെ പോയിന്റ്സ് എടുക്കുക, എല്ലാത്തിന്റെ ഇമേജസ് എടുക്കുക, കളക്ട് ചെയ്യുക. എഫ് ഓഫ് എ എന്ന് പറയും. എയിലാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. എയിലാണെങ്കിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സ്മോൾ എഫ് ഓഫ് എ തന്നെയാണ്. സ്മോൾ എഫ് ഓഫ് എ ആണെങ്കിൽ നമ്മൾ വെറുതെ ക്ലോസ്ഡ് ഇന്റർവൽ -1 ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നുള്ളൂ, ടെക്നിക്കലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതാണെങ്കിൽ എവിടെയാ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ഓപ്പൺ ഇന്റർവൽ -1. സ്മോൾ എഫ് ഒരിക്കലും -1 എന്നുള്ള വാല്യൂവും +1 എന്നുള്ള വാല്യൂ എടുത്തിട്ടില്ല. നമ്മൾ ടെക്നിക്കലായിട്ട് തിയറം 1 അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിനെ റിയൽ വാല്യൂഡ് എന്ന് പറയാം എന്നതുപോലെ -1 ക്ലോസ്ഡ് ഇന്റർവെല്ലില് റേഞ്ചും കോഡൊമൈനും ഒന്നും സെയിം അല്ല. -1 ഉം 1 ഉം ഇമേജസ് ആയിട്ടില്ല, എന്നാലും അങ്ങോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി സ്മോൾ എഫ് ടേക്സ് വാല്യൂസ് ഇൻ -1 1. സോ ക്യാപിറ്റൽ എഫ് എയില പറഞ്ഞു, എക്സിലല്ല കേട്ടോ. ക്യാപിറ്റൽ എഫ് എക്സിൽ നിന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ -1 ഉം 1 ഉം വേണമെങ്കിൽ എടുക്കാം. തിയറം 1 അനുസരിച്ച് അതിനെ എക്സ്റ്റൻഷൻ ആക്കി കിട്ടുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ്. ഇവിടെ എടുക്കാം, മറ്റിടത്ത് ഉറപ്പാണ് എടുത്തിട്ടില്ല. നമ്മൾ എടുത്ത ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവൽ -1 1 അപ്പോ എഫ് ഓഫ് എ എന്ന് പറയുന്നത് -1 1ന്റെ സബ്സെറ്റ് ആണ്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് -1 1ന്റെ സബ്സെറ്റ് ആണ്. നമ്മൾ എഫ് ഇൻവേഴ്സ് 1 ഉം എഫ് ഇൻവേഴ്സ് -1 ഉം എഫ് ഇൻവേഴ്സ് 1 ഉം തമ്മിലുള്ള യൂണിയൻ ആയിട്ടാണ് ഡി എ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഡിയും എയും തമ്മിൽ എന്താണ് ബന്ധം? എയുടെ ഇമേജിൽ -1 ഉം വന്നിട്ടില്ല 1 ഉം വന്നിട്ടില്ല. അവരുടെ ഇൻവേഴ്സ് ഇമേജ് ആണ് നമ്മൾ ഡി ആയിട്ട് -1ന്റെ 1ന്റെ. അപ്പൊ ഇതിന്റെ അകത്ത് അത് ഇല്ല. സോ ഡി ഇന്റർസെക്ഷൻ എ ഓൾവേസ് എം ജി. ഇത് രണ്ടും എം ജി ആണ്. വേറെ ഒരു പ്രത്യേകത, ഡി നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോസ്ഡ് ആണ്, എ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു ക്ലോസ്ഡ് ആണ്. അപ്പൊ ഡിയും എയും ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് ദ സ്പേസ് എക്സ്. എ ആൻഡ് ഡി ഓർഡർ നമുക്ക് ഡി ആൻഡ് എ എന്ന് എടുക്കാം. ഡി ആൻഡ് എ ഓർഡർ എങ്ങനെ എഴുതുന്നാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇനി വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഫ്രം x2 -1. എഫ് ഇൻവേഴ്സ് -1 എന്നെടുക്കുമ്പോൾ അത് എക്സിലേക്ക് പോകും. എഫ് ഇൻവേഴ്സ് 1 പല പോയിന്റിന് -1 ഇമേജ് കാണാം. അപ്പൊ ഒരൊറ്റ പോയിന്റ് ഒന്നും ആവണമെന്നില്ല വന്നിരിക്കുന്നു. അപ്പോ അത് രണ്ടും ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എന്നെ പറഞ്ഞു വന്നേ എഫ് ഇൻവേഴ്സ് -1 ഉം എഫ് ഇൻവേഴ്സ് 1 ഉം ഒക്കെ എക്സിലേക്ക് പോകും, എക്സിന്റെ സബ്സെറ്റിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ഈസ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ദേ ആർ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് ദ സ്പേസ് എക്സ് ഓഫ് എക്സ്. എക്സ് എന്നതാ നോർമൽ സ്പേസ്. എക്സ് ഒരു നോർമൽ സ്പേസുമാണ്. നോർമൽ സ്പേസിന്റെ ക്ലോസ്ഡ് സബ്സെറ്റ് ആണെങ്കിൽ ബൈ യൂറിസോൺസ് ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി, യൂറിസോൺസ് ലെമ്മ, there exists a continuous function സ്പേസ് എക്സിന്റെ നോർമാലിറ്റി ഉപയോഗിക്കും. അപ്പോ ഇനി എഫ് എന്ന് വിളിക്കാൻ കൊള്ളത്തില്ലല്ലോ, സ്മോൾ എഫും ക്യാപിറ്റൽ എഫ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പൈ എന്ന് വിളിക്കാം. പൈ ഫ്രം സ്പേസ് എക്സ് ടു യൂറിസോൺ ക്യാരക്ടറൈസേഷനിൽ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുക 0 1 കഴിഞ്ഞ ദിവസം നമ്മൾ -1/3 1/3 അങ്ങനെയുള്ള പല പോയിന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൈ ഫ്രം എക്സ് ടു 0 1 ഉപയോഗിക്കും. ഞാൻ ഈ ഓർഡർ പറഞ്ഞത് ഇവിടെ ഒരു ആവശ്യത്തിലേക്കാണ്. സച്ച് ദാറ്റ് ഒരു സെറ്റിൽ 0 എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളുടെ മറ്റൊരു ആവശ്യത്തിലേക്ക് പൈ ഓഫ് ഡി 0 ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. phi of d 0 and in the another set a phi of a equal to 1. There exists a continuous function phi such that phi d 0 phi a 1. Now
നമ്മളുടെ ആവശ്യം എന്തായിരുന്നു? നമുക്ക് സ്മോൾ എഫിന് എക്സ്റ്റൻഷൻ കിട്ടണം. എങ്ങനെയാ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. അത് -1 എന്ന് പറയുന്ന പോയിന്റ്സ് എടുക്കാൻ പാടില്ല. ബാക്കി ഓപ്പൺ ഇന്റർവൽ -1 പോയിന്റ്സ് എടുക്കണം. ക്യാപിറ്റൽ എഫിന്റെയും സ്മോൾ എഫിന്റെയും വാല്യൂസ് എയിൽ സെയിം ആയിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ആ ഉദ്ദേശങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി എഫിനെ ഇനി പറ്റത്തില്ല. എഫ് ഓൾറെഡി -1 1 എടുക്കാൻ സാധ്യതയുള്ള ഫംഗ്ഷൻ ആണ്. സോ വി ഡിഫൈൻ അനദർ ഫംഗ്ഷൻ h of x equal to phi of x into capital F of x. Phi of x into capital F of x എന്നാണ് ഡിഫൈൻ ചെയ്തത്. ഫൈ ഡി 0 ആണ്. ഡിയിൽ എന്നാ പ്രശ്നം? ഡിയില് എഫ് ഇൻവേഴ്സ് -1 എഫ് ഇൻവേഴ്സ് 1 കിടപ്പുണ്ട്. -1 1 ഇമേജസ് എടുക്കുന്ന സാധ്യത അവിടെയാണുള്ളത്. അപ്പൊ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാനാ. ഡിയിൽ ഫൈ ഡി 0 ആണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ഡി ആദ്യം എടുക്കണം. ആദ്യം എടുത്താലും രണ്ടാമത് എടുത്താലും ഫൈ ഡി 0 ആകുന്നത് പോലെ വേണം നമ്മൾ യൂറിസോൺസ് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ പറയാം. എച്ച് എക്സ് ഈക്വൽ ടു ഫൈ എക്സ് ഇൻറ്റു എഫ് എക്സ്. ഫൈ എക്സ് എവിടെ നിന്ന് കിട്ടുക? യൂറിസോൺസ് ക്യാരക്ടറൈസേഷൻ. എഫ് എക്സ് എങ്ങനെ കിട്ടുക? തിയറം 1 കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് ഉറപ്പായി. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്റ്റൻഷൻ ആകാൻ പോകുന്നത്. എഫില് ക്യാപിറ്റൽ എഫിന് -1 1 വാല്യൂ എടുക്കാമെന്നുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ കൊള്ളിയല്ല. അതിന് പകരമാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു വരുന്നത്. എച്ച് എക്സ് ഈക്വൽ ടു ഫൈ എക്സ് ഇൻറ്റു എഫ് എക്സ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലായി. ഇനി ഇത് സ്മോൾ എഫിന്റെ എക്സ്റ്റൻഷൻ ക്യാപിറ്റൽ എഫ് എന്നായിരുന്നു നമുക്ക് എഴുതാൻ ആഗ്രഹം. പക്ഷെ ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ പറയുന്നു. എക്സ്റ്റൻഷൻ ആവണമെങ്കിൽ എന്നാ വേണം? ക്യാപിറ്റൽ എഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ വരുമ്പോഴാണ് എക്സ്റ്റൻഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എച്ച് എക്സ്റ്റൻഷൻ ആണെന്ന് പറയാൻ ക്യാപിറ്റൽ എച്ച് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്, സ്മോൾ എഫിന്റെ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ കിട്ടണം. അപ്പൊ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് എ മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എച്ച് എക്സ് എന്തായിരിക്കും? എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ ഫൈ എ ഈക്വൽ ടു 1 ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇഫ് എക്സ് എലമെന്റ് ഓഫ് എ, ഇഫ് എക്സ് എലമെന്റ് ഓഫ് എ, എക്സ് എയിലാണെങ്കിൽ ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് പറയുന്നത് സ്മോൾ എഫ് എക്സ് ആണ്. അപ്പൊ അത് സ്മോൾ എഫ് എക്സ് ആണ്. എച്ച് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു, എച്ച് ഈസ് ആൻ കണ്ടിന്യൂസ് ആണ്, എക്സ്റ്റൻഷൻ ഓഫ് സ്മോൾ എഫ് എന്നുള്ളതും നമ്മൾ ഇപ്പൊ ഉറപ്പിച്ചു കഴിഞ്ഞു. എച്ച് എക്സ്റ്റൻഷൻ ആണ്. പിന്നെ എന്നാ വേണ്ടേ? ഈ ഫംഗ്ഷൻ -1 1 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെല്ലിലെ വാല്യൂസേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഫൈനലി വി പ്രൂവ് ദാറ്റ് എച്ച് മാപ്സ് ഓൾ ഓഫ് എക്സ്. എച്ച് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ഓപ്പൺ ഇന്റർവെൽ -1 1. ക്യാപിറ്റൽ എഫ് എക്സ്റ്റൻഷൻ ആയിരുന്നു. പക്ഷെ എന്നാ പ്രശ്നം? -1 1 വാല്യൂസ് എടുക്കാൻ സാധ്യതയുള്ള, തിയറം 1 ഉപയോഗിക്കുമ്പോൾ സാധ്യതയുള്ള ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മൾ ഈ ഡിഫൈൻ ചെയ്യുന്ന എച്ച് എങ്ങനെ ഡിഫൈൻ ചെയ്താൽ എച്ച് മാപ്സ് എക്സ് ടു ഓപ്പൺ ഇന്റർവൽ -1 1 എന്ന് നമുക്ക് പറയാം. അതിന് സ്പേസ് എക്സിലെ പോയിന്റ്സിനെ നമ്മൾ ഡിയിലുള്ളതും, ഇവിടെ ഒരു ഡി ക്ലോസ്ഡ് സെറ്റ് ഉണ്ട്, ഡിയിലുള്ളതും ഡിയിൽ ഇല്ലാത്തതും എന്ന് ആലോചിക്കും. ഇനി എക്സ് ഡിയിലാണെങ്കിൽ നിങ്ങൾ എച്ച് ഓഫ് എക്സ് എഴുതി നോക്കിക്കേ. എക്സ് എലമെന്റ് ഓഫ് ഡി ഫൈ ഓഫ് ഡി, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എക്സ് ഡിയിലാണെങ്കിൽ ഫൈ ഓഫ് എക്സ് 0 ആണ്. അപ്പൊ ഇത് 0 ആണ്. 0 ആണ് ഓപ്പൺ ഇന്റർവൽ. എക്സ് ഡിയിലാണെങ്കിൽ ഓപ്പൺ ഇന്റർവൽ -1 1 വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എക്സ് ഡിയിലല്ലെങ്കിൽ അപ്പോഴും എച്ച് ഓഫ് എക്സിന്റെ വാല്യൂ ഫൈ എക്സ് ഇൻറ്റു എഫ് എക്സ് എന്നാണ്. എച്ച് എക്സ് ഈക്വൽ ടു ഫൈ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് എക്സ് എന്നാണ് ഡിയിലില്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി മോഡുലസ് ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നായിരിക്കും. ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ത് വരും? ഡിയിലില്ലെങ്കിൽ, ഡിയിലാണെങ്കിൽ -1 1 വരത്തുള്ളൂ. അല്ലെങ്കിൽ എന്നാ എഫിന്റെ വാല്യൂസ് ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ആകെ ഉള്ളൂ. ഡിയിലില്ലെങ്കിൽ പിന്നെ ഓപ്പൺ ഇന്റർവൽ -1 1 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1. ഡിയിലല്ലെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ 1, -1 1 എടുത്തിട്ടില്ല. ഫൈ ഓഫ് എക്സിന്റെ വാല്യൂ 0 1 ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദിസ് ഈസ് less than 1, this is less than or equal to 1, therefore this is strictly less than 1. അല്ലെങ്കിൽ ആദ്യം നമുക്ക് മോഡ് ഫൈ എക്സ് 1 എന്നുള്ളത് കൊടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് ആലോചിക്കാം. മോഡ് എഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയതുകൊണ്ട്
ദിസ് ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 എന്ന് പറയാം. അപ്പൊ ഡിയിലുള്ളതും ഡിയിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ സ്പേസിലെ മുഴുവൻ പോയിന്റ്സ് ആയി. ഡിയിലാണെങ്കിൽ